അപ്പോൾ ഇനി ചാപ്റ്റർ 1 ലാർജ് നമ്പർ അറൗണ്ട് അസിലെ വീഡിയോ 9 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫിഗർ ഇറ്റ് ഔട്ടിലെ 6ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ചെയ്യുന്നത്. ലാസ്റ്റ് ഫിഗർ ഇറ്റ് ഔട്ട് ആണിത്. അപ്പം അതിൽ 6th ക്വസ്റ്റ്യൻ ഓൺവേർഡ്സ് ആണ് പറയുന്നത്. 6th ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്തി പോർഷൻ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് പോർഷൻ ഇട്ടിട്ടുണ്ട്. ഇനിയത്തെ വീഡിയോയിൽ ആണ് അതിൻ്റെ കംപ്ലീറ്റ് ആൻസേഴ്സ് എഴുതുന്നത്. കാരണം ഇത് നമ്മൾ കുറച്ച് പാട്ടായിട്ട് ചെയ്തില്ലെങ്കിൽ അത് ഓർത്തിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത്. 6th question, suppose you write down all numbers 1, 2, 3, 4, 9 up to 11 etc. 11. Then 10th digit you write is 1. 10th digit വരുന്നത് 1 ആണ് വരുന്നത്. 11th digit 0 ആണ് വരുന്നത്. As a part of a number 10. What would the 100,000th digit be? അങ്ങനെയാണെങ്കിൽ 1000th digit ഏതായിരിക്കും? At which number would it occur? ഏത് നമ്പറിലായിരിക്കും ഇത് occur ചെയ്യുന്നത്? ഇതൊന്നുകൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ നമ്പേഴ്സ് എഴുതുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇവിടെ വരെ 9 നമ്പേഴ്സാണ്. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡിജിറ്റും 9 തന്നെയാണ് വരുന്നത്. പക്ഷെ 10 എന്ന് പറയുന്നത് അടുത്ത നമ്പർ ആണെങ്കിലും ഇതിൻ്റെ അകത്ത് 10th ഡിജിറ്റ് എന്ന് പറയണതാണ് ഏത്? 1. 10th ഡിജിറ്റ് 1. 0 എന്ന് പറയുന്നത് എന്താണ്? 11th ഡിജിറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? 0 ആയിട്ട് വരുന്നത്. ഇനി 11 എന്ന് പറയുന്ന നമ്പറിൽ 12th ഡിജിറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? 1 ആയിട്ട് വരുന്നത്. 13th ഡിജിറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? അടുത്ത 1 ആയിട്ട് വരുന്നത്. അപ്പോൾ രണ്ട് നമ്പർ 10ഉം 11ഉം ആയതിനും അത് ഡിജിറ്റിന്റെ എണ്ണം മാറി. അത് എത്രാമത്തെ ഡിജിറ്റ് ആയി? 13th ഡിജിറ്റും ഇത് എത്രാമത്തെ ആയി? 12th ഡിജിറ്റും ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ വാട്ട് വുഡ് ബി ദ 1000th ഡിജിറ്റ്? 1000 വരുന്ന ഡിജിറ്റ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 1 മുതൽ 9 വരെ എഴുതുവാണെങ്കിൽ എത്ര ഡിജിറ്റ് ആയിരിക്കും വരുന്നത്? 9 ഡിജിറ്റ്സ് ആയിരിക്കും വരുന്നത്. 1 മുതൽ 9 വരെ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് 9 ഡിജിറ്റ് ആണ്. നമ്പേഴ്സ് ആണ് എഴുതുന്നെങ്കിലും അതിൻ്റെ അകത്ത് 9 ഡിജിറ്റ് ആണ് ഉള്ളത്. ഇനി നമ്മൾ 10 മുതൽ 99 വരെ ആദ്യം എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 10 മുതൽ 99 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലാസ്റ്റ് നമ്പർ മൈനസ് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമ്പർ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുക. ലാസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 99. 99 മൈനസ് 10 എന്ന് പറയുമ്പോൾ 89. 89ന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 90 കിട്ടും. ഇത് 90 എന്ന് പറയുന്നത് എത്രയാണ്? നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. 10 മുതൽ 99 വരെ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം 92 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഓരോ ഡിജിറ്റിന്റെ അകത്തും 2 ഡിജിറ്റ് ഉണ്ട്. അപ്പൊ 92 ഡിജിറ്റ് നമ്പറിന്റെ അകത്ത് എത്ര 2 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും? 90 × 2. 90 × 2 എന്ന് പറയുമ്പോൾ 180 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. ടോട്ടൽ 180 ഡിജിറ്റ്സ് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് 1000. ഇവിടെ 1000 എത്തിയിട്ടില്ല. ഇനി നമ്മൾ അടുത്ത സെറ്റ് ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് നോക്കുക. 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 100ൽ നിന്നാണ്. അത് എവിടെ വരെ പോകും? 999 വരെ പോകും. പക്ഷെ 999 മുതൽ 100 വരെ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ഇത് രണ്ട് സബ്ട്രാക്ട് ചെയ്തിട്ട് 1 ആഡ് ചെയ്യുക. ലാസ്റ്റ് നമ്പർ മൈനസ് ഫസ്റ്റ് നമ്പർ പ്ലസ് 1 ചെയ്യുക. അപ്പൊ ആൻസർ 899 കിട്ടും. അതിന്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 900 കിട്ടും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 മുതൽ 999 വരെ 900 നമ്പേഴ്സ് ആണ് ഉള്ളത്. ഈ 900 നമ്പേഴ്സ് എല്ലാം 3 ഡിജിറ്റ് നമ്പറാണ്. അപ്പൊ നമ്പർ ഓഫ് 3 ഡിജിറ്റ് എത്രയാന്ന് കിട്ടും? 900 × 3. 900 × 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? 2700 ഡിജിറ്റ്സ് വേണം. നമുക്ക് അത്രയും ഡിജിറ്റിന്റെ ആവശ്യമില്ല. നമുക്ക് എത്ര മതി? നമുക്കിടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 1000th ഡിജിറ്റ് എത്രയാണ്? 1000th ഡിജിറ്റ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇത്രയും നമ്പറിന്റെ ആവശ്യമില്ല. എന്തായാലും 100 മുതൽ 999 വരെയുള്ള ഇടയ്ക്കുള്ള ഏതോ ഒരു നമ്പറിലാണ് 1000th ഡിജിറ്റ് വേണ്ടത്. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം 1 മുതൽ 9 വരെ ഉള്ളതിൽ നമുക്ക് എത്ര ഡിജിറ്റ് ആണെന്ന് കിട്ടി? 9 ഡിജിറ്റ് കിട്ടി. പിന്നെ നമുക്ക് എത്ര കിട്ടി? 10 മുതൽ 1 to 9 വരെ 9 ഡിജിറ്റ് കിട്ടി. 10 to 99 വരെ നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ട്? 180 ഉണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര ഡിജിറ്റ് കിട്ടി? 189 ഡിജിറ്റ് കിട്ടി. നമുക്ക് എത്രാമത്തെ ഡിജിറ്റ് കണ്ടുപിടിക്കേണ്ടത്? 1000th ഡിജിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മൊത്തം 1000 ഉണ്ട്. 1000ൽ നമുക്ക് 189 ഡിജിറ്റ്സ് നമുക്കിടെ കയ്യിലിപ്പോ ഉണ്ട്. ഇനി ബാക്കി എത്ര ഡിജിറ്റ് കണ്ടുപിടിക്കണം? 1000ൽ നിന്ന് 189 സബ്ട്രാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 811 നമ്പേഴ്സ് ആണ് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അല്ല, ഡിജിറ്റ്സ് ആണ് നമുക്ക് ഇനി കണ്ടുപിടിക്കാനുള്ളത്. 811 ഡിജിറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതെല്ലാം 3 ഡിജിറ്റ് നമ്പേഴ്സ് അല്ലേ വരുന്നത്? 3 ഡിജിറ്റ് ആയതുകൊണ്ട് എത്രാമത്തെ നമ്പറാണ് കണ്ടുപിടിക്കാൻ? 811 ഡിജിറ്റ്സ് ആണ് നമുക്കിടെ കയ്യിലുള്ളത്. ഈ 811 ഡിജിറ്റ്സിൽ
എത്രാമത്തെ നമ്പർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ. നമ്പർ എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് 811 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 കിട്ടും, 6 കിട്ടും, സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2 കിട്ടും, 21 കിട്ടും. എത്ര ടൈംസ്? 7 ടൈംസ്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 0 കിട്ടും, പിന്നെ 1 താഴോട്ടേക്ക് എഴുതി. റിമൈൻഡർ 1 ആണ് വന്നത്. 1 സ്മോളർ ആയതുകൊണ്ട് നമ്മൾ 0 മുകളിൽ വരും. അപ്പോൾ 270 നമ്പേഴ്സ് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ എന്ത് വരുന്നുണ്ട്? റിമൈൻഡർ എന്തായിട്ട് വരുന്നുണ്ട്? 1 വരുന്നുണ്ട്. അപ്പോൾ നമ്പർ ഓഫ് 3 ഡിജിറ്റ് നമ്പേഴ്സ് ടു റീച്ച് 811 ഡിജിറ്റ്, 811 ഡിജിറ്റ് വരെ എത്തണമെങ്കിൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത് ഡിവൈഡ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 270 നമ്പേഴ്സ് ഉണ്ട്, പക്ഷെ 1 റിമൈൻഡർ ആയിട്ടും വരുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡിജിറ്റിലായിരിക്കും ആൻസർ വരുന്നത്. അപ്പം അതെവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണേ? 100ൽ നിന്നാണ് ഈ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 മുതൽ 270 വരെ നമ്മൾ ആഡ് ചെയ്യണം. 100 + 200, കാരണം നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന ഏതിൽ നിന്നാണ്? 100ൽ നിന്നാണ്. First we need to write the first 270 3-digit number starting from 100. 100ൽ നിന്ന് എഴുതി 270 നമ്പേഴ്സ് എഴുതണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 370 നമ്പേഴ്സ് കിട്ടും. ഈ 370 നമ്പേഴ്സിൽ നമുക്ക് എന്താ വന്നിരിക്കുന്നത്? 1 റിമൈൻഡർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 270ൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യണം. അപ്പൊ 270th 3-digit നമ്പർ എന്ന് പറയുന്നത് ഏതാണ്? 369 ആണ് വന്നത്. അപ്പൊ ഈ 369ല് നെക്സ്റ്റ് നമ്പറായ 370ല്, കാരണം ഇവിടെ റിമൈൻഡർ 1 വന്നു, 1 വന്നപ്പോഴാണ് നമുക്ക് 369 കിട്ടിയത്. ഈ 369 വരെ വരുമ്പോഴത്തേനും 1000th ആയില്ല. 370th നമ്പറിലാണ് എന്ത് വരുന്നത്? ഫസ്റ്റ് ഡിജിറ്റ് ഏതായിട്ട് വരുന്നത്? 1000 ആയിട്ട് വരുന്നത്. അപ്പൊ 317ലെ 3 എന്ന് പറയുന്ന നമ്പറിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ആദ്യത്തെ 1000th ഡിജിറ്റ് വരുന്നത്. നമ്പർ 370 ആണെങ്കിലും നെക്സ്റ്റ് നമ്പർ 370ലാണ് എന്ത് വരുന്നത്? അതിൽ ആദ്യത്തെ ഡിജിറ്റ് ആണ് ഏത് ഡിജിറ്റ് ആയിട്ട് വരുന്നത്? 1000th ഡിജിറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 1 മുതൽ 9 വരെ എത്ര ഡിജിറ്റ് ആണെന്ന് കൗണ്ട് ചെയ്തു. പിന്നെ 10 മുതൽ 99 വരെ എത്ര ഡിജിറ്റ് ആണെന്ന് കൗണ്ട് ചെയ്തു. പിന്നെ നമുക്ക് 100 മുതൽ 270 നമ്പേഴ്സ് വരെ എഴുതുമ്പോഴാണ് നമുക്ക് അത്ര എഴുതി കഴിയുമ്പോഴാണ് 1000th ഡിജിറ്റ് വരുന്നത്. അപ്പൊ എത്രയായിരുന്നു? 370 ആണ് വരുന്നത്. 370 എന്ന് പറയുന്ന നമ്പറിൽ ഫസ്റ്റ് ഡിജിറ്റ് ആണ് എന്തായിട്ട് വരുന്നത്? 1000th ഡിജിറ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിന്റെ അടുത്ത ബി ബിറ്റ് അടുത്ത ഇതിൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ നമുക്കിത് എല്ലാം കൂടി ഒരുമിച്ച് പറയുമ്പോഴേ മനസ്സിലായെന്ന് ഇരിക്കില്ല. അപ്പൊ ഇതെല്ലാവരും ഒന്നുകൂടി ഒന്ന് കേട്ടു നോക്കുക. ഇത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല, എന്നാലും ഒന്ന് ചിന്തിച്ച് എഴുതേണ്ട ആൻസറാണ്. പെട്ടെന്ന് എക്സാമിനൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ പാടില്ല.